ശ്രീനിവാസൻ സിനിമകളുടെ ഒരു ദൃശ്യം കാണാത്ത ഒറ്റ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എല്ലാ കാലത്തും ഉണ്ട്. അത് നേരത്തെ എം പി രാജേഷ് പറയുകയായിരുന്നു, ഈ ശ്രീനിവാസന്റെ വിമർശനങ്ങൾ, കടുത്ത വിമർശനങ്ങൾ പറയുമ്പോൾ പോലും ഒരു വാക്ക് പോലും അത് ആക്ഷേപത്തിലേക്ക് വഴിമാറാതെ നോക്കാൻ അപൂർവ പ്രതിഭാശാലികൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് മന്ത്രി എം പി രാജേഷ് പറയുകയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ 100% ശരിയാണ്. കടുത്ത വിമർശനങ്ങൾ, ഒരുപക്ഷെ കീറിപ്പോകുന്ന പോലുള്ള കടുത്ത വിമർശനങ്ങൾ അത്രത്തോളം നർമ്മത്തിൽ പറഞ്ഞ മറ്റൊരു തിരക്കഥാകൃത്തോ മറ്റൊരു രാഷ്ട്രീയ എഴുത്തുകാരനോ ഉണ്ടോ എന്നറിയില്ല. ഉറപ്പായും ശ്രീനിവാസന്റെ രചനകളിൽ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. പല അർത്ഥ വിമർശന വിധേയമായ രാഷ്ട്രീയം തന്നെയായിരുന്നു. ഇന്നലെ രാത്രി കിടക്കാൻ നേരം വെറുതെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ട ഒരു ദൃശ്യം, ആ സന്ദേശത്തിലെ ദൃശ്യമാണ്. ഒരു താത്വിക അവലോകനമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ശങ്കരാടി തുടങ്ങുന്ന ആ ദൃശ്യം എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതിന്റെ അവരുടെ RMB പാർട്ടിയുടെ വിലയിരുത്തലിനെ പറ്റിയാണ് ആ യോഗത്തിൽ. നമുക്കെല്ലാവർക്കും കാണാതറിയാവുന്ന ഈ പറയുന്ന വിഘടനവാദികളും പ്രതിക്രിയാവാദികളും തമ്മിലുള്ള പ്രഥമദൃഷ്ടി അകൽച്ചയിലാണെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു വേണം കരുതാൻ എന്ന് തുടങ്ങുന്ന ശങ്കരാടിയുടെ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്ന് പറഞ്ഞുതരാമെന്ന് ചോദിക്കുമ്പോഴേക്ക് പിന്നെയും പറയുന്നത് ഈ പറയുന്ന വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കലായ ഒരു മാറ്റമല്ല എന്ന് ശങ്കരാടി പറയുന്ന ആ ഡയലോഗുകൾ, അത് എല്ലാ തെരഞ്ഞെടുപ്പുകാരും നമ്മൾ കേൾക്കണം. നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്നതും പോളണ്ടിനെ പറ്റി മിണ്ടരുത് എന്നുള്ളതും എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്നുള്ള ഡയലോഗുകളൊക്കെ നമ്മൾ നമ്മുടെ ഒരുപക്ഷെ ഭാഷയുടെ പ്രയോഗമായി തന്നെ, അല്ലെങ്കിൽ ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ ഡയലോഗൊക്കെ നമ്മുടെ ഭാഷയുടെ പ്രയോഗമായി തന്നെ നമ്മൾ എല്ലാ ദിവസവും എന്നോണം നമ്മൾ പ്രയോഗിക്കുന്ന ഡയലോഗുകളാണ്. രാഷ്ട്രീയ വിമർശനങ്ങൾ, ആ സിനിമകൾ, അതിലെ നർമ്മങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞു വെച്ച മധ്യവർഗ ജീവിതത്തിന്റെയും അല്ലെങ്കിൽ സാധാരണക്കാരനായ മനുഷ്യന്മാരുടെ ജീവിത പ്രശ്നങ്ങൾ ഒക്കെ ആ സിനിമകൾ എല്ലാ കാലം അങ്ങനെ നിലനിൽക്കും. നമ്മൾ നിൽക്കുന്ന ഉദയംപേരൂരിലെ വീട്ടിലാണ്. ഉദയംപേരിലെ വീട്ടിലേക്ക് ഓരോരുത്തരായി നാട്ടുകാരും ഇവിടുന്ന് ഈ മരണവിവരം അറിഞ്ഞു വരുന്നവരൊക്കെ ധാരാളമായി ഇങ്ങോട്ടേക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.